തിരുവനന്തപുരം ജില്ലയിലെ കരമനയിലാണ് ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിനുള്ളിലായിരുന്നു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യ ബിന്ദുവും ഭർത്താവ് സതീഷനുമായിരുന്നു മരിച്ചത്. ഭർത്താവിനെ കഴുത്തറുത്ത് കൊന്ന് ഭാര്യ മുറിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും മനസ്സിലായത്. ഇരുവരും SBI ബാങ്കിൽ നിന്നും 1 കോടിയോളം രൂപ വായ്പ എടുത്തിട്ടുണ്ടായിരുന്നു. വായ്പയെടുത്ത് അടക്കാൻ കഴിയാതെ 2.5 കോടിയോളം വായ്പ പെരുകുകയും അതിനെ തുടർന്നാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് ഇരുവരെയും നയിച്ചത് എന്നാണ് പോലീസ് പരിശോധനയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. കരമന പോലീസിന്റെ അന്വേഷണത്തിലാണ് ഈ ഒരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം വിസ്മയ ന്യൂസിന് ലഭിച്ചത്. ഇങ്ങനൊരു ആത്മഹത്യയിലേക്ക് ദമ്പതികളെ നയിക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അവരുടെ സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇദ്ദേഹം കോൺട്രാക്ടറായിരുന്നു. ഓടി SBI ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇടയ്ക്കൊരു പ്രാവശ്യം ജപ്തിക്ക് വന്ന സമയത്ത് ഞാൻ ഇടപെട്ടു, എന്നെ വിളിച്ചു, ഞാൻ ഇടപെട്ടു. അപ്പോൾ ഒരു സെറ്റിൽമെൻറ്റിൻ്റെ വക്കിലോട്ട് പോയി. അത് ഏകദേശം ഒരു 1 ഇയർ ബാക്ക്. പക്ഷേ ഇപ്പം നിലവിൽ അവർ ഇവിടെ ഉള്ളവർ പറയുന്ന, അതിനുശേഷം എനിക്ക് ഇൻഫർമേഷനൊന്നും കിട്ടിയിട്ടില്ല. ഇവിടെ വന്നപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 lakhs എടുത്തു ആദ്യം. അതവർ അടയ്ക്കാൻ പറ്റാത്തത് ഒരു കോൺട്രാക്റ്റാണ്. അപ്പോൾ കോൺട്രാക്റ്റിനകത്ത് കിട്ടാത്ത ഫണ്ടും അത് ചെയ്തതിലെന്തോ ഉള്ളൊരു പ്രശ്നവും കാരണം കൃത്യമായിട്ട് അടയ്ക്കാൻ പറ്റിയില്ല. അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ വീണ്ടും ഒരു ഓടി കൂടെ 50 ലക്ഷം പാസ്സാക്കി അയാളുടെ അക്കൗണ്ടിൽ ഇട്ടിട്ട് അത് ഇപ്പോൾ 1 crore ഓടി എന്ന് പറയുന്നത്. ആ ഒരു ലെവലിലോട്ടാണ്. ഞാൻ ഫിഗേഴ്സ് ഒന്നും ക്ലിയർ അല്ല, ഇവിടെ പറയുന്നത് മാത്രമേ കേട്ടുള്ളൂ. അപ്പം അതിന് 2 crores എബവ് വന്നു. അപ്പം നാളെ ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ് ബാങ്കിൽ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമാവാം. കാരണം വേറെ ആരും ഇല്ല. 2 സൈഡും കഥക് വീട്ടിനകത്ത് അപ്പുറവും പ്രകോശവും ഫ്രണ്ടും പൂട്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇതായിരിക്കാം കാരണങ്ങൾ എന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത്. ഇതിനെല്ലാം നോക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്തൊക്കെയാണ്. സതീശനെയും ബിന്ദുവിനെയും ക്രൂരമായി കൊന്നു തള്ളിയ SBIയുടെ കാലന്മാർ എവിടെ പോയി നീതിക്കായി പ്രതിഷേധം നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ സോദരരെ, പാവപ്പെട്ട സതീശനും സതീശന്റെ ഭാര്യ ബിന്ദുവും ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി. പാവപ്പെട്ട സതീശനെയും സതീശന്റെ ഭാര്യ ബിന്ദുവിനെയും നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ബാങ്കുകാർക്കെതിരെ നടപടി എടുക്കണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.